TV പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. TV പ്രസാദ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഒന്നുകൂടി പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളും അത് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സണ്ണി ജോസഫ്. ഒപ്പം തന്നെ എന്താവും ഇനി SITയുടെ അടുത്ത നീക്കം? ആര്യ, ഗുഡ് മോർണിംഗ്. SIT രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരീക്ഷിച്ച് വരികയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആരൊക്കെയാണ് കാണുന്നത്, എന്താണ് ആ പോക്കിൻ്റെ ഉദ്ദേശം എന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വരികയാണ്. ഒപ്പം ജില്ല വിട്ടു പോകരുത് എന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനകം തന്നെ പോലീസിൽ നിന്ന് വിവരം നൽകിയതായാണ് സൂചന. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ചട്ടം അത് ഉൾപ്പെടെ പരിശോധിച്ച് നിയമോപദേശം തേടിക്കൊണ്ടുള്ള നടപടികളിലേക്കും പോകുന്നുണ്ട്. എന്തായാലും 15 ദിവസത്തിന് ശേഷം പൊങ്ങിയ രാഹുലിനെ ഇനിയിപ്പോൾ രാഹുലിൻ്റെ പിന്നാലെ കൂടാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതിനിടെ കോൺഗ്രസിൽ രാഹുലിനെ ചൊല്ലി വലിയ തർക്കം രൂക്ഷമായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് അതിജീവിക്കെതിരായി എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന വരുന്നത്. മാത്രവുമല്ല, അതിനെ അതേ സമയം തന്നെ VD സതീശൻ തള്ളുന്നത് നമ്മളെല്ലാവരും കണ്ടു. മാത്രവുമല്ല, KPCC പ്രസിഡന്റിൻ്റെ ഈ നീക്കത്തിൽ AP അനിൽകുമാർ, അതുപോലെ ഷാഫി പറമ്പിൽ തുടങ്ങിയ KPCC വൈസ് പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് സൂചന. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ നീക്കത്തോട് VD സതീശനും K മുരളീധരനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മറുചേരിയിലുള്ള നേതാക്കൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് രണ്ടു തട്ടിലാണ്. കോൺഗ്രസിൻ്റേത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അടഞ്ഞ അധ്യായമാണെന്ന് തന്നെയാണ് VD സതീശൻ്റെയും നിലപാട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും അല്ലാതെയുമുള്ള ഭിന്നത കോൺഗ്രസിൽ മറനീക്കി പുറത്തു വരികയാണ്. എന്തായാലും മാളത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷിച്ച് നിർത്താൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. തുടർ നടപടികൾ എന്താണെന്ന് ഇന്നും നാളെയുമൊക്കെയായി ആലോചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആര്യ. ഓക്കെ, TV പ്രസാദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.